ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടൊരു ഫ്രൈ ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴുള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി എണ്ണയ്ക്ക് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഈ ഒരു വലിയ ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രൈ നല്ലപോലെ കുക്കായി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡോളം ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, പൊട്ടിത്തെറിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒപ്പം ഇട്ട് കൊടുക്കണ്ട. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക ഓയിലും. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് അത്യാവശ്യം ചെറുതാക്കിയിട്ട് തന്നെയാണ്, ഒരു സ്ക്വയറിൻ്റെ ആകൃതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 സെക്കൻഡോളം ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം തന്നെ എണ്ണയിൽ നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മറ്റ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെയാണ് ഇതൊന്ന് വെന്ത് കിട്ടേണ്ടത്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ സ്കൂൾക്കൊക്കെ നമുക്ക് കൊടുത്തു വിടാം കേട്ടോ, ലഞ്ചിൻ്റെ കൂടെയൊക്കെ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർക്കുന്നതിൻ്റെ മുന്നേ. എന്നിട്ട് ഈ ഓയിലിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിൻ്റെ ശേഷമാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ഒന്നിച്ചായി പൊടികളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ എല്ലാ പൊടികളൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ ആയി കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ കൂട്ടി വെക്കുക. അപ്പോൾ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക ഒന്നും കൂടെ ഒന്ന്. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് വലിയ ജീരകമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കണ്ടോ, ഒട്ടും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ കഴിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റംസാണ്.
എപ്പോഴും ഒരേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.